മലപ്പുറം തിരൂരങ്ങാടി നഗരസഭയിൽ കോൺഗ്രസിന്റെ സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. നഗരസഭയിലെ 12ാം ഡിവിഷനിലെ സീറ്റ് വേണമെന്നാണ് ആവശ്യം. വാർഡ് കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് പ്രമേയം അവതരിപ്പിച്ചു. ജംഷീർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജംഷീർ, എന്താണ് ഇപ്പോൾ ലീഗ് ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വരാൻ കാരണം? അനീഷ, തിരൂരങ്ങാടി നഗരസഭയിലെ 12ാം ഡിവിഷൻ നിലവിൽ കോൺഗ്രസ് ആണ് അവിടെ ജനപ്രതിനിധിയായി ഉള്ളത്. നിലവിൽ അത് വനിതാ വാർഡാണ്. ഇനി വരും സമയത്ത് അല്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ജനറൽ വാർഡായി മാറും. ഈ ഒരു ഘട്ടത്തിലാണ് ഈ വാർഡ് തിരിച്ച് മുസ്ലിം ലീഗിന് തന്നെ വേണമെന്നൊരു ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വരികയും അത്തരത്തിലൊരു പ്രമേയം മുസ്ലിം ലീഗ് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ചില ആക്ഷേപങ്ങൾ ഉയരുന്നത് ഈ പ്രദേശത്തെ ഒരു പ്രാദേശിക ലീഗ് നേതാവിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ആ ലീഗ് നേതാവിന് മത്സരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആവശ്യം. അദ്ദേഹം മത്സരിക്കാൻ പ്രതീക്ഷിച്ചിരുന്ന വാർഡ് സ്ത്രീ സംവരണമാവുകയും മറ്റൊരു വാർഡ് SC സംവരണമാവുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഈ വാർഡ് കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. അതേസമയം തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ UDFിന്റെ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. തിരൂരങ്ങാടി നഗരസഭയിൽ UDFിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ചില പ്രവർത്തകർ അല്ലെങ്കിൽ ചില ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം എന്നുള്ള ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. അനീഷ.